ഗായ്സ് ഇതിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്കറിയുന്ന ഈ സബ്ജിയിലേക്കൊക്കെ പോകാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചന്ദനത്തിരി നിർമ്മാണം ആണ്. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ഇന്ന് കത്തിച്ച് കൊതുകൊക്കെ നല്ലോണ്ട്. ഒരു സ്ഥലത്ത് കത്തിച്ച അപ്പൊ തന്നെ കൊതുകൊക്കെ സത്ത് നിലത്തുണ്ടാവും. കുറെ നമുക്ക് പൊറുക്കാം, അനാഫസിനൊക്കെ ഇട്ട് കൊടുക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് നേരെ ചന്ദനത്തിരി നിർമ്മാണത്തിലേക്ക് പോകാം. ഹലോ ഗൈസ്, ഇതാണ് എൻ്റെ കുടുംബം. എൻ്റെ പാൻ്റെ എണ്ണീൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഇവൻക്ക് ഉണ്ടാക്കണം എന്നൊരാഗ്രഹം വന്നു. അപ്പോൾ അവന് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് എൻ്റെ കാക്ക പറഞ്ഞു. അങ്ങനെ നമ്മളൊരു വീഡിയോ എടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം, നമ്മളതിൽ 2 സാധനങ്ങൾ ഉണ്ടാക്കാനില്ല. അതിൻ്റെ എസെൻസ് ആണ്. പിന്നെ ഒന്ന് കൊതുക് ചാവാനുള്ള ഒരു ഇതുണ്ട്, ഒരു ലിക്വിഡ്. ആ ലിക്വിഡ് നമ്മളതിൽ വാങ്ങാൻ ഇവിടെ കിട്ടിയില്ല. നിങ്ങളുടെ സ്ഥലത്തൊക്കെ വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നറിയിക്കുന്നു. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇതാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അവനിപ്പോ ഒരാളും ബാത്റൂം വരാണ്. നമുക്ക് ആദ്യം വേണ്ടത് ഇതേപോലത്തെ ഒരു കൊട്ടയാണ്. ഭാവം വന്നിട്ടുണ്ട്. പിന്നെ ഇത്ര ഒരു കട്ടില്ല ഒരു ഈർക്കിളി, ഒരു കുപ്പി വെള്ളം. കുപ്പിന്റെ ഈ ഓട്ടന്റെ അവിടെ കുറച്ച് ഓട്ടം ഇട്ടെടുത്ത് നമുക്ക് സുഖമാവും ഈ ഭാഗത്ത് കൊയ്ക്കാനാണ്. പിന്നെ ഇതാണ് ഈ ചന്ദനത്തിൻ്റെ കിറ്റ് വാങ്ങിയാൽ മതി നിങ്ങൾ. ഇതാണ് കരിപ്പൊടി. ഇത് കുളമാവ് പൊടി. ഇതാണ് എടണപ്പൊടി. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് നിങ്ങൾ വാങ്ങുമ്പോൾ അതിൽ പാക്കറ്റ് ഉണ്ടാവില്ല, എഴുതി തരൂല. എങ്ങനെയാണ് ഇത് എങ്ങനെ മനസ്സിലാക്കുക ഈ പൊടി? ഇത് നോക്കി, ഇതിൻ്റെ കളറ് വ്യത്യാസം ഒന്ന് നോക്കിക്കോളെ നിങ്ങൾ. ഇത് കുളമാവ് പൊടിയാണ്, ഇത് എടണപ്പൊടി. കുളമാവ് പൊടിക്ക് കണ്ടോ ഒരു ലൈറ്റ് കളറായിട്ടാണ് വരുന്നത്. ഇത് കണ്ടോ, എടണപ്പൊടിക്കൊരു കടും കളറായിട്ടാണ് വരുന്നത്. ഇതൊരു ലൈറ്റും. അങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് കുളമാവ് ലൈറ്റ്, കുളമാവ് കടും എടണ പൊടി. അപ്പോൾ ഇത് ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡും ആണ്. ഇത് ഞാൻ സ്കൂളിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതാണ് ഒരു കറുപ്പ് കളർ കരിപ്പൊടിൻ്റെ കറുപ്പാണ്. നമുക്ക് സബ്ജിയിലേക്ക് എടുക്കാം. അപ്പോൾ ഒരു വീഡിയോ വെറുതെ ഒരു പ്രാക്ടീസിന് വേണ്ടി വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇതാണ് എടണപ്പൊടി. പിന്നെ അത് കുളമാവ്, ഇത് കരിപ്പൊടി. ഇതൊരു പാത്രം, ഇതും ആണ്. ഇനി ഫസ്റ്റ് നമുക്ക് കരിപ്പൊടി എടുക്കുക. ഇതേപോലത്തെ ഒരു സ്പൂൺ എടുക്കുക. ഈ സ്പൂണ് ഫുൾ ഒരു സ്പൂണ് എടുക്കുക. അതിനുശേഷം കുളമാവ് പൊടി ഒരു സ്പൂണ്. എല്ലാം കൃത്യമായിരിക്കണം. അപ്പം നമ്മൾ എടുക്കുന്ന സ്പൂണ് ഇപ്പം കരിപ്പൊടി ഒരു അളവ്, കുളമാവ് ഒരു അളവ്, എടണപ്പൊടി ഒരു അളവ്, അങ്ങനെ വെക്കുക. എടുക്കുമ്പോൾ ഇനി അടുത്തത് എടണപ്പൊടി എടുക്കുക. ഒരു സ്പൂൺ തന്നെ ഇതും. അതിനുശേഷം കൈ ഇട്ടാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം ഒന്ന് മിക്സ്. ഇതിപ്പോൾ ഞാനല്ല കേട്ടോ ചെയ്യണത്. നല്ലോണം മിക്സ്. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം പറഞ്ഞു കുറച്ച് കൈ അതിങ്ങനെ കുഴച്ചിങ്ങനെ റെഡിയാക്കുക. ഇപ്പം ചിലർക്ക് ഉണ്ടാകും ഇപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഏറുമല്ലോ. അത് ഏറിയാൽ ഇപ്പം എന്താ പറയുക, നിങ്ങൾ കാട്ടണ്ടേ എടണപ്പൊടി കുളമാവ് പൊടി ഇവിടെ ഇങ്ങനെ ഇട്ടാണ്ട് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതൊരു ബോളാകും, ഒരു കറുത്തൊരു ബോളാകും. ആ ബോളായതിനു ശേഷം അതിന് കുറച്ച് എടുക്കുക, അതിൽ മുക്കുക, ഒന്നുകൂടി ഇങ്ങനെ ആക്കിയാണ്ട് അത് ക്ലീൻ ആക്കിയാൽ കാണിച്ചു തരാം. വെള്ളം ഏറാണ് നമുക്ക് നോക്കാം. കട്ടെടുക്കുക.
കണ്ടപ്പോൾ ഇപ്പം തന്നെ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഒരു കളർ ഈ കറുപ്പ് വരും. അത് നല്ലൊരു കറുപ്പാകും. ഇങ്ങനെ റൗണ്ടാക്കി വലിയ റൗണ്ടാക്കി എടുക്കണേ. നമ്മൾ എത്ര ഉണ്ടാക്കണം അത്രയും എടുത്താൽ മതി എല്ലാ പൊടികളും. ഒരു സ്പൂൺ തന്നെ വേണമെന്നില്ല. അപ്പോൾ സ്പൂൺ തന്നെ ഇപ്പോൾ ചെറുത് വലുതാവുമല്ലോ. അപ്പം ആവശ്യത്തിനുള്ള ഇത് എടുത്താൽ മതി നമുക്ക് വേണ്ടത്. ഇതാ ഇതേ ഒരു പരിവാക്കും. അത് ഇങ്ങനെ രണ്ട് കൈയോട് നല്ലോണം കുഴച്ച് റെഡിയാക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇപ്പോൾ ഇങ്ങനെ വെള്ളം കയറാനുണ്ടാകും. വല്ലതാ ഇപ്പോൾ വെള്ളം ഇങ്ങനെ വെള്ളം കയറിയാൽ ഇങ്ങനെ വെള്ളം നിൽക്കണ പോലെ ഇതൊരു ഇതുണ്ടാകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതാ ഞാൻ പറഞ്ഞല്ലോ എടണപ്പൊടി സ്പൂൺ എടുത്തെടുക്കണം. പൊടിയേ കുറച്ച് എടണപ്പൊടി എടുത്താൽ കുറച്ച് കൊടുക്കുക. അതിനുശേഷം കുളമാവ് ഇവിടുത്തെ അതേ അളവിന് എടുക്കണം കേട്ടോ. അളവ് തെറ്റിയാ പോയി. അതിനുശേഷം ഇപ്പൊ കണ്ടോ, നിങ്ങൾക്ക് നോക്കിയാലേ മനസ്സിലാവും. എടണപ്പൊടിക്ക് നോക്കി ഒരു കളറ്, കുളമാവ് പൊടിക്ക് നോക്കി അങ്ങനെ വ്യത്യാസം ഉണ്ടൊക്കെ. അതിങ്ങനെ നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരിതാ ഇത്ര വലിയൊരു ഇർക്കിളിയാണ് ഇതിൻ്റെ സെറ്റിൻ്റെ ഒപ്പം കിട്ടും നിങ്ങൾക്ക് ആ എസൻസൊക്കെ. അപ്പോൾ ഇതാ ഇതിങ്ങനെ എടുക്ക് ഇവിടെ വെക്കുക, ഇർക്കിളി ഇവിടെ. എന്നിട്ട് ഇതാ ഒരു ഉരുള അതേപോലെ എടുത്തിട്ട് ഇതാ ഈ എടണപ്പൊടിയും കുളമാവ് പൊടി കുഴച്ചതിൽ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടി ഇങ്ങനെ രണ്ട് കൈയിനോട് ഇങ്ങനെ റൗണ്ടാക്കിയ പിന്നെ ഒരു കറുപ്പ് കളറാവും. പണ്ട് ഇതേപോലെ ഒരു പരുവാകും. എന്നിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് കരിപ്പൊടി ഉണ്ടല്ലോ, ഈ കരിപ്പൊടി എടുത്തിട്ട് ഈ ഇത് പലകമ്മ കുറച്ച് തട്ട്. ഇതിപ്പോൾ എത്ര എടുത്താലും കുഴപ്പമില്ല, കുറച്ച് എടുത്താൽ മതി എന്നാണ്. ഇനി ആവശ്യം വരുമല്ലോ. ഇപ്പോൾ നമുക്ക് നല്ല കൊടുകടി ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കാം. കുറച്ച് എടുത്തിട്ട് ഇതാ ഇങ്ങനെ കയ്യിലെടുക്കുക. ഇങ്ങനെ ആക്കിയാണ്ട് നല്ലോണം ഇത് തേക്കണത് നമ്മളെ കൈമേലിങ്ങനെ ഇങ്ങനെ ആക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളെ കൈമ നല്ലോണം ഒത്തി പിടിച്ചിരിക്കാതൊക്കെ. ഇതൊക്കെ മാറ്റിയിട്ട് ഇതാ ഇതിങ്ങനെ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ ഇത് പരത്തുക. എന്നിട്ട് ഇത് കളയരുത്, നിങ്ങൾ കളയരുത് കേട്ടോ. ഈ പൊടി ഇങ്ങനെ എടുത്തിട്ട് ഇതാ ലാസ്റ്റിക്ക് ഇട്ട് ഇങ്ങനെ ആക്കുക. നല്ലോണം ഇവിടെ മിനുസം വരുമ്പോൾ ഇതൊക്കെ ഇതാ ഇങ്ങനെ ഒരു സൈഡിലേക്ക്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അടുത്ത റൗണ്ടിന് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ ആക്കുന്നതിനനുസരിച്ച് നമ്മുടെ കൈമേലും ഇങ്ങനെ വരും. ഉണ്ടോ? എന്നിട്ട് ഇതെടുക്കുക. ഈ ഒരു ഇർക്കിളി ഇട്ടിട്ട് ഞാൻ കാണിച്ചത് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുക. നൂലെന്നെ വരാൻ നോക്കണം കേട്ടോ. എന്നിട്ട് ഇതാ ഇവനാക്കണ പോലെ തന്നെ കൈമേലെ ഇതുണ്ടായിട്ടാണ് ഗൈസ്. ഇനി ഉണ്ടല്ലോ അതിൻ്റെ കൈമേലെ ആകെ ഫസ്റ്റ് വെള്ളമാക്കിയപ്പോൾ ഇതാണ് ഞാൻ വെച്ചത്. ഞാൻ വെള്ളം തൊട്ടിട്ടില്ല. എന്നിട്ട് ഇതാ ഇതിങ്ങനെ ഇതാക്കിയിട്ട് ഇങ്ങനെ
ചിലത് കട്ടി ഉണ്ടാവും. ഇന്റേത് ഇപ്പം കട്ടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എടുത്തിട്ടുള്ളത് ഇങ്ങനെ. ഇതിങ്ങനെ പരത്തല ഒരു 2 ഇഞ്ചാണ്. ഇതൊക്കെയിപ്പോൾ അതുപോലെ ഇവിടെ നമുക്ക് പിടിച്ചാൽ പറ്റിയ എത്ര സ്പേസുമാണ് പുറത്ത് നിന്ന്. പിന്നെ ഇതിനൊന്ന് കുറച്ചെടുക്കുക, ചതക്കുക. ആ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഒന്ന് കത്തിച്ചാൽ കൊതുക് കടിച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മളിപ്പോൾ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേപോലെ ഇത്രയൊക്കെ കട്ടിനെ പറ്റുള്ളൂ. പിന്നെ ഉണ്ടല്ലോ ഇത് നമുക്ക് ബാക്കിയുണ്ട്. ഇപ്പം നമുക്ക് നേരമില്ല, ഇപ്പം രാത്രി ആയതുകൊണ്ട് നമുക്കിപ്പോൾ നേരമില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നുണ്ടാക്കി. ഇതേപോലെ തന്നെ ഇനി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ 2 എസൻസ് ഇല്ലാന്ന് ലിക്വിഡ്. അപ്പോൾ ഒരു ഇതേപോലത്തെ ഒരു കുപ്പി എടുക്കുക. ഇതിൻ്റെ നടുഭാഗം മുറിച്ചിട്ട് ആ ലിക്വിഡ് ഉണ്ടാവില്ലേ, ആ ലിക്വിഡ് തീ കൊഴിച്ചിട്ട് എന്നിട്ട് അതിക്ക് കുറച്ച് ഒഴിക്കുക. എന്നിട്ട് ഒരു സ്പ്രേ കുപ്പി വെളുത്തതുണ്ടാവില്ലേ, അതിക്കും കുറച്ച് ഒഴിക്കുക. ഏകദേശം കുറച്ച് തോനെ വേണ്ടി വരും 2 കൂടി. എന്നിട്ട് ആദ്യം ആ സ്പ്രേനോട് ഇങ്ങനെ അടിച്ച് അതിനുശേഷം മറ്റേ അതിക്ക് മുക്കി വെച്ചാൽ മതി. അപ്പം നമ്മളെ വീഡിയോ എത്ര ഉള്ളൂ. ഇങ്ങനെ നല്ല മണമൊക്കെ ഉണ്ടാകും അതിനോട് ഇതാക്കിയാൽ. ഇതിപ്പോൾ അമൃത് മണം ഉണ്ടാവില്ല. നമുക്ക് എന്നാലും കത്തിച്ച് നോക്കാം. ഗായ്സ് ഇപ്പോൾ ഇതാ നമ്മൾ കത്തിക്കുകയാണ്. നമ്മളിപ്പോൾ ഇത് കുറച്ച് നേരം ഇപ്പം ഉണ്ടാക്കിയിട്ടല്ലോ. അപ്പോൾ ഇതൊന്നും ഉണങ്ങാനും വേണ്ടി ഇങ്ങനെ നമ്മൾ ക്യാൻസർ നടത്തണം. അവിടെ ആദ്യത്തുന്ന മറ്റേത് കണ്ടോ, നമ്മളിത് പോയി ഗൈസ്, നമ്മളിത് അവിടുന്ന് വീണ് ഗൈസ്, അവിടെ വീണ് കണ്ടോ തിരിച്ച്. ഇത് കേട്ടാണ് ഗൈസ്. ഇപ്പം നമുക്ക് ഇത്ര ഉള്ളൂ. ഇതിനോട് നമുക്ക് ചൂട് വെച്ച് കത്തണുണ്ടോ നമുക്ക്. ഇനി കത്തട്ടെ കത്താൻ വേണ്ടി എൻ്റെ പോലത്തെ മണ്ടത്തരം കാട്ടണ്ടിട്ടോ. ഞാൻ ക്യാൻസറാണ്, ഞാൻ പലതും കേട്ടോ. ഞാൻ കാട്ടണ പോലെ കാട്ടണ്ടിട്ടോ. ഇത് ഗൈസ് ഇതൊക്കെയാണ്. പുക പോകുന്നുണ്ട് ഇതിലിപ്പം. പുക പോണത് ക്യാമറയിൽ കാണുന്നുണ്ടോന്ന് അറിയില്ല. അപ്പൊ നോക്കാം. ഇതാണ് എന്റെ ഏട്ടൻ. ഹലോ ഗായ്സ്, അപ്പൊ നിങ്ങൾക്ക് സുഖല്ലേ? ഇവന്റെ ഇത് പഠിച്ച് നമ്മള് ഓൻ സബ്ജിലേക്ക് വേണ്ടി ഉണ്ടാക്കിയത്. ഇനി ഓൻ നല്ലൊരു കുട്ടിയാണ്. സിൽവർ പ്ലേ ബട്ടൺ നിങ്ങൾക്ക് കയ്യിൽ. ഗൈസ് ഇനി അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഒരു പ്ലേ ബട്ടൺ നമുക്ക് വേണം. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ അടിച്ചടി പൊടിച്ചാണ്ടി. പിന്നെ എന്തിനി പറയാൻ വിചാരിച്ചിന്, പിന്നെ എൻ്റെ വീട്ടിൽ പുതിയ ഫ്രിഡ്ജ് വാങ്ങിന്. അതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോൾ വരുന്നതാണ്. കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ വരുന്നതാണ്. അപ്പോൾ വരുന്നവരെ എല്ലാവർക്കും ബായ്.